ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ജ്യോതിഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജാതകം കയ്യിലുള്ളവർക്കും ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് ഗ്രഹനില ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഗ്രഹനിലയിലേതായാലും മറ്റൊരാളുടെ ഗ്രഹനിലയിലേതായാലും ജാതക ഫലങ്ങൾ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. സൂര്യൻ 12 ഭാവങ്ങളിലും 12 രാശികളിലും നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ തൊട്ടു മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഈ വീഡിയോയിൽ ചന്ദ്രൻ ലഗ്നഭാവം മുതൽ 12ാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം. ജ്യോതിഷ വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്കും ജ്യോതിഷത്തോട് താൽപ്പര്യവും വിശ്വാസവുമുള്ള ഏതൊരാൾക്കും പുതിയ ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭാവഫലങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രനെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങൾ ആമുഖമായി പറയാം. ലഗ്നഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പൊതുവെ ദോഷകരമാണ്. മേടം രാശിയോ ഇടവം രാശിയോ കർക്കിടകം രാശിയോ ലഗ്നം ആകുകയും അവിടെ ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ ജാതകന് സാമർഥ്യവും സൗന്ദര്യവും സമ്പത്തും സുഖവും ദീർഘായുസ്സും ഉണ്ടാകുന്നതാണ്. ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ ഫലവും പൂർണ്ണമായിരിക്കും. ചന്ദ്രന് ബലഹാനി ഉണ്ടാകുന്നു എങ്കിൽ ഫലവും ആനുപാതികമായി കുറഞ്ഞു വരുന്നതാണ്. വെളുത്ത പക്ഷത്തിൽ ജനനം രാത്രിയിലും കറുത്ത പക്ഷത്തിൽ ജനനം പകലുമായാൽ ഉത്തമ ഫലങ്ങൾ ലഭ്യമാകും. ബലവാനായ ചന്ദ്രനാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെങ്കിൽ ജാതകൻ ദീർഘായുസ്സുള്ളവനും വിദ്വാനും ആയിരിക്കുന്നതാണ്. രാത്രിയിൽ ജനിക്കുകയും പൂർണ്ണചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകന് എല്ലാവിധ ഐശ്വര്യങ്ങളും ദീർഘായുസ്സുള്ളവനും ആയിരിക്കും. ലഗ്നം ചന്ദ്രന്റെ ഉച്ചരാശിയായ ഇടവമോ സ്വക്ഷേത്രമായ കർക്കിടകമോ ആയിരിക്കുകയും അവിടെ ബലവാനായ ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ ജാതകൻ ദീർഘായുസ്സുള്ളവനും ധനവാനും കീർത്തിമാനും സുന്ദരനും വിദ്വാനും ആയിരിക്കുന്നതാണ്. അടുത്തതായി ചന്ദ്രന്റെ പക്ഷബലത്തെ സംബന്ധിച്ച് പറയാം. വെളുത്ത പക്ഷത്തിൽ അഷ്ടമി തിഥിയുടെ ഉത്തരാർദ്ധം മുതൽ നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വെളുത്തവാവ് ഈ ദിവസങ്ങളിലാണ് ചന്ദ്രൻ ബലവാനായിരിക്കുന്നത്. വെളുത്തവാവിന് ശേഷം കറുത്ത പ്രതിപദം മുതൽ ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി എന്നീ ദിവസങ്ങളിൽ ചന്ദ്രന് മധ്യമ ബലം ഉണ്ട്, അഥവാ ഭാഗികമായി ബലമുണ്ട് എന്നതാണ്. ശേഷം ഷഷ്ടി, സപ്തമി, അഷ്ടമിയുടെ പൂർവാർദ്ധം വരെ അല്പബലം എന്നും കറുത്ത അഷ്ടമിയുടെ ഉത്തരാർദ്ധം മുതൽ ക്രമേണ കറുത്ത വാവ് വരെ ചന്ദ്രന് ബലഹാനിയും എന്നതാണ്. വെളുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ പഞ്ചമി വരെ അല്പബലവും ശേഷം ഷഷ്ടി മുതൽ അഷ്ടമിയുടെ പകുതി വരെ മധ്യബലവും ആണ്. ഇതിൻ പ്രകാരമാണ് ഒരു ജാതകന് ചന്ദ്രൻ ബലവാനാണോ ബലഹീനനാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. ചന്ദ്രൻ ബലവാനായാൽ ശുഭ ഫലങ്ങൾ ജാതകന് നൽകുകയും ബലഹീനനായാൽ അഥവാ ദുർബലനായാൽ അശുഭ ഫലങ്ങളുമാണ് ചന്ദ്രൻ ജാതകന് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ചന്ദ്രൻ ബലഹീനനായിരുന്നാലും ഒരു ശുഭഗ്രഹവുമായി യോഗം ചെയ്യുകയോ ഒരു ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ചന്ദ്രൻ ബലവാനായി മാറുകയും ചെയ്യും. ജാതകത്തിലെ 2ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജാതകന് നല്ല ഭാര്യ ഉണ്ടായിരിക്കും. ഭംഗിയായി സംസാരിക്കുന്നവനും ധനവും ധാന്യവും ധാരാളം ഉണ്ടായിരിക്കുകയും സുന്ദരനും വിദ്വാനും
അന്യന്മാരുടെ ആശയങ്ങളെ അറിയുന്നവനും ആയിരിക്കും. രണ്ടാമിടത്ത് പൂർണ്ണ ചന്ദ്രൻ നിന്നാൽ നിധിയോ ഭാഗ്യക്കുറിയോ ലഭിക്കുവാൻ യോഗമുള്ള ആളായിരിക്കും. രണ്ടാമിടത്ത് ചന്ദ്രൻ ശനിയുമായി യോഗം ചെയ്ത് നിന്നാൽ ജാതകന് അന്ധത്വം ബാധിക്കാൻ സാധ്യത ഉണ്ട്. അടുത്തത് മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകൻ ധൈര്യമില്ലാത്തവനും ധനവും വിദ്യയും ഭോജന സാധനങ്ങളും സിദ്ധിക്കുന്നവനും സന്തോഷമുള്ളവനും സ്ത്രീ സ്വഭാവക്കാരനും സഹോദരിമാർ അധികമുള്ളവനും നല്ല ഭംഗിയുള്ള കയ്യക്ഷരമുള്ളവനും ലുബ്ധനും ബലവും മതവും ഉള്ളവനും ആയിരിക്കും. നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകൻ മാതൃ സൗഖ്യമുള്ളവനും സ്ത്രീകൾക്ക് അധീനനും അത്യാശയില്ലാത്തവനും ദാനശീലനും വിദ്യാസമ്പന്നനും കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നവനും സമ്പത്തും യശസ്സും ഉള്ളവനും ബന്ധുക്കളും ഗൃഹോപകരണങ്ങളും വാഹനഭാഗ്യവും ഉള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്തത് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകന് പുത്രന്മാരും ബന്ധുക്കളും സുഖവും ഉള്ളവനായും ബുദ്ധിമാനും ഭരണം നടത്തുന്നവനും ബുദ്ധിക്ക് തീഷ്ണത കുറഞ്ഞവനും ദയാലുവും നിർമ്മല ഹൃദയനും പണം പലിശയ്ക്ക് കൊടുക്കുന്നവനും വിദ്യാലാഭം ഉള്ളവനും ആയിരിക്കും. അടുത്തത് ആറാം ഇടത്ത് ചന്ദ്രൻ നിൽക്കുന്ന ജാതകൻ ശരീരം ക്ഷീണിക്കുന്നവനും ക്രൂര സ്വഭാവമുള്ളവനും എപ്പോഴും തോൽവി പറ്റുന്നവനും ആയുർബലം കുറഞ്ഞവനും മടിയനും ശത്രുക്കളുള്ളവനും ആയിരിക്കും. ആറാമിടത്ത് നിൽക്കുന്ന ഈ ചന്ദ്രൻ ദുർബലനാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷ ഫലങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ്. അടുത്തത് ഏഴാമിടത്ത് ചന്ദ്രൻ നിൽക്കുന്ന ജാതകന് സമ്പത്തും സൗന്ദര്യവും സൗഭാഗ്യവും സൽക്കളത്ര യോഗവും രതിസുഖവും ഉണ്ടായിരിക്കുകയും കച്ചവടം കൊണ്ട് ധനികനായിരിക്കുകയും ചെയ്യുന്നതാണ്. ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ സ്ത്രീകൾ നിമിത്തം ധനനാശം സംഭവിക്കുകയും തൊഴിലിൽ പരാജയം നേരിടുകയും ചെയ്യും. അടുത്തത് എട്ടാം ഭാവത്തിൽ, അതായത് അഷ്ടമ ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ജാതകൻ കലഹപ്രിയനും പല വിദ്യകൾ പഠിക്കുമെങ്കിലും ഒന്നും പൂർത്തിയാക്കാത്തവനും നീരിറക്കം സംബന്ധിച്ച രോഗം ഉള്ളവനും ശരീരത്തിൽ വ്രണത്തിൻ്റെ അടയാളമുള്ളവനും സുന്ദരനും ആയുർബലം കുറഞ്ഞവനും ആയിരിക്കും. അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വലിയ അധ്വാനം കൂടാതെ തന്നെ ജാതകന് ഇഷ്ടം പോലെ ധനം നൽകുന്നതാണ്. ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ജാതകൻ പുത്രന്മാരും പുണ്യവും ധർമ്മവും സദാചാരവും ഔദാര്യവും ബന്ധുബലവും പിതൃജനങ്ങളോട് ഭക്തിയും ദീർഘകാലം നിൽക്കുന്ന യൗവനവും ധനവും പ്രഭുത്വവും കൊണ്ട് ഭാഗ്യവാനായും സ്ത്രീജനങ്ങൾക്ക് ആഗ്രഹത്തെ ജനിപ്പിക്കുന്നവനായും ദീർഘായുസുള്ളവനും തുടങ്ങുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം വരിക്കുന്നവനും ശാസ്ത്രജ്ഞനും ആയിരിക്കും. അടുത്തത് പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ജാതകൻ ആർക്കും ഇഷ്ടക്കേട് തോന്നാത്തവനും എല്ലാവർക്കും പ്രീതിയുള്ളവനും നല്ല കർമ്മങ്ങളെ ചെയ്യുന്നവനും കൃഷിഭൂമി ധനം ഗ്രഹം ആഭരണങ്ങൾ തുടങ്ങിയവയും നല്ല ഭാര്യയും ഉണ്ടായിരിക്കുന്നതാണ്. പത്തിലെ ചന്ദ്രൻ ബലവാനായിരുന്നാൽ വലിയ കച്ചവടക്കാരനോ ഉദ്യോഗസ്ഥനോ അന്യനാടുകളിൽ നിന്നും ധനം ലഭിക്കുന്നവനോ ആയിരിക്കും. വസ്ത്ര വ്യാപാരം കൃഷി ക്ഷീര വ്യവസായം തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നതാണ്. അടുത്തത് 11ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചവനും ഉദ്യോഗം കൃഷിലാഭം എന്നിവകൾ സിദ്ധിക്കുന്നവനും സമ്പന്നനും നല്ല സന്താനങ്ങളോട് കൂടിയവനും മാതാവിനോട് സ്നേഹമുള്ളവനും എന്നാൽ മാതാവിൽ നിന്ന് അകന്ന് താമസിക്കുന്നവനും ദീർഘായുസുള്ളവനും ആയിരിക്കും. 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അംഗവൈകല്യവും കണ്ണുകൾക്ക് രോഗങ്ങളും ദുഃഖിതനും മടിയനും അന്യദേശവാസിയും ആയിരിക്കുന്നതാണ്. 12ലെ ചന്ദ്രൻ ബലവാനാണെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ധാരാളം ചെലവ് ചെയ്യുന്നവനായിരിക്കും. ചന്ദ്രൻ 12 ഭാവങ്ങളിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഗ്രഹനിലയിൽ ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി
അഥവാ ഏത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി ഫലങ്ങൾ സ്വയം ഏതൊരാൾക്കും കണ്ടെത്താൻ കഴിയുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.